ആഗ്രയിലെ ഊർജ്ജസ്വലമായ നഗരത്തിൽ അക്ബർ ചക്രവർത്തിയുടെ മഹത്തായ കൊട്ടാരത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവൻ്റെ പേര് ജഗൻ എന്നായിരുന്നു. അവൻ്റെ വേറിട്ട പെരുമാറ്റവും വിചിത്രമായ കോമാളിത്തരങ്ങളും ഉണ്ടായിരുന്നിട്ടും അവൻ്റെ ഭ്രാന്തിന് ഒരു രീതി ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ചുറ്റുമുള്ളവരെ അമ്പരപ്പിക്കുകയും കൗതുകമുണർത്തുകയും ചെയ്തു. അക്ബർ ചക്രവർത്തി വ്യക്തികളുമായി സംവദിക്കാൻ എപ്പോഴും തയ്യാറാണ്. ബുദ്ധിമാനായ വിഡ്ഢിത്തത്തെയും അവൻ്റെ അസാധാരണമായ ജ്ഞാനത്തെയും കുറിച്ചുള്ള കഥകൾ കേട്ട ചക്രവർത്തി കൗതുകത്തോടെ ജഗനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ജ്ഞാനത്തിൻ്റെയും വിഡ്ഢിത്തത്തിൻ്റെയും വിരോധാഭാസത്തിന് ഒരൊറ്റ വ്യക്തിയിൽ സാക്ഷ്യം വഹിക്കാൻ ആകാംക്ഷയോടെ കോടതി കാത്തിരുന്നു. ജഗൻ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ തൊപ്പിയിൽ മുഴങ്ങുന്ന മണികളാൽ അലങ്കരിച്ച ഊർജ്ജസ്വലമായ വർണ്ണങ്ങളുടെ പൊരുത്തമില്ലാത്ത മേളം അദ്ദേഹം കളിച്ചു. ചക്രവർത്തിയുടെയും ഉപദേശകനായ ബീർബലിൻ്റെയും അടുത്തെത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ കുസൃതി കൊണ്ട് തിളങ്ങി. അക്ബർ ചക്രവർത്തി ഒരു പുഞ്ചിരി അടക്കി പറഞ്ഞു, ജഗൻ, ബുദ്ധിമാനായ വിഡ്ഢി എന്ന നിങ്ങളുടെ പ്രശസ്തി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കഥകളിൽ സത്യമുണ്ടോ? വില്ലും കുസൃതി നിറഞ്ഞ ചിരിയുമായി ജഗൻ മറുപടി പറഞ്ഞു, മഹാനെ, ഞാൻ വിഡ്ഢിയായി കാണപ്പെടാം, പക്ഷേ വിഡ്ഢിത്തത്തിൻ്റെ മണ്ഡലത്തിൽ പലപ്പോഴും അറിഞ്ഞിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. എന്നെ കാണിക്കാൻ അനുവദിക്കൂ. മൂർച്ചയുള്ള ബുദ്ധിക്ക് പേരുകേട്ട ബീർബൽ കൗതുകത്തോടെ ജഗനെ നിരീക്ഷിച്ചു. ബുദ്ധിമാനായ വിഡ്ഢി ഒരു വാക്കുപോലും പറയാതെ വെള്ളം നിറച്ച ഒരു വലിയ പാത്രത്തെ സമീപിച്ചു. വേഗമേറിയതും അപ്രതീക്ഷിതവുമായ ഒരു ചലനത്തോടെ അവൻ പാത്രം ഉയർത്തി തറയിലേക്ക് വെള്ളം ഒഴിച്ചു. കൊട്ടാരവാസികൾ ശ്വാസം മുട്ടി. അക്ബർ ചക്രവർത്തി ഒരു പുരികമുയർത്തി മണ്ടത്തരമെന്ന് തോന്നുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്തു. ജഗൻ നാടകീയമായ അഭിവൃദ്ധിയോടെ പറഞ്ഞു, ഇതാ നിങ്ങളുടെ മഹിമ, വിഡ്ഢിത്തരത്തിലെ ജ്ഞാനം. തറയിൽ വെള്ളമൊഴിച്ച് വിനാശകരമായ ചോർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു മറഞ്ഞിരിക്കുന്ന വിള്ളൽ ഞാൻ വെളിപ്പെടുത്തി. പ്രവർത്തനങ്ങൾ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ അനാവരണം ചെയ്യുന്നു. അക്ബർ ചക്രവർത്തി ജഗന്റെ അസാധാരണമായ ന്യായവാദങ്ങളിൽ ആകൃഷ്ടനായി ചിന്താപൂർവം തലയാട്ടി. നിങ്ങൾ തീർച്ചയായും ജ്ഞാനിയായ വിഡ്ഢിയാണ്. കൂടുതൽ ജ്ഞാനം ഞങ്ങളുമായി പങ്കിടൂ. ജഗൻ തൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ വിചിത്രവും എന്നാൽ ഉൾക്കാഴ്ചയുള്ളതുമായ പ്രകടനങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചു. ജീവിതത്തിലെ സന്തുലിതാവസ്ഥയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം ആവശ്യമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിശ്വസനീയമായ കൃത്യതയോടെ പഴങ്ങൾ എറിഞ്ഞു കളിച്ചു. മാറ്റത്തിൻ്റെ താളവുമായി പൊരുത്തപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടി അതിശയോക്തി കലർന്ന ചുവടുകളോടെ അദ്ദേഹം നൃത്തം ചെയ്തു. ബീർബൽ തുടക്കത്തിൽ സംശയം തോന്നിയെങ്കിലും ജഗന്റെ വിഡ്ഢിത്തത്തിലെ അടിസ്ഥാന ജ്ഞാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബുദ്ധിമാനായ വിഡ്ഢിയുടെ ചേഷ്ടകൾ കേവലം വിനോദമായിരുന്നില്ല, കാഴ്ചക്കാരിൽ പ്രതിധ്വനിക്കുന്ന ഗഹനമായ സന്ദേശങ്ങൾ അവർ വഹിച്ചു. പ്രകടനം തുടരുമ്പോൾ ജഗൻ കടങ്കഥകളുടെയും പസിലുകളുടെയും ഗെയിമിൽ കോടതിയെ ഏർപ്പെടുത്തി. ഓരോ വെല്ലുവിളിയിലും തമാശയും വിരോധാഭാസവും നെയ്തു. പ്രശ്നപരിഹാരത്തിനുള്ള അദ്ദേഹത്തിൻ്റെ അനാചാരമായ സമീപനം കോടതിയിലെ ഏറ്റവും പരിചയസമ്പന്നമായ മനസ്സുകളെപ്പോലും അവരുടെ തലയിൽ ചൊറിച്ചിലാക്കി. അക്ബർ ചക്രവർത്തി നന്നായി ആസ്വദിച്ച് പ്രബുദ്ധനായി ബീർബലിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ബീർബൽ, ജ്ഞാനിയായ വിഡ്ഢിയുടെ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അവൻ്റെ പാരമ്പര്യേതര പഠിപ്പിക്കലുകൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ? ബീർബൽ ഒരു ചിന്താപൂർവമായ ഭാവത്തോടെ മറുപടി പറഞ്ഞു, മഹാനെ, ബുദ്ധിമാനായ വിഡ്ഢിയുടെ സമീപനം തീർച്ചയായും അദ്വിതീയമാണ്. വിഡ്ഢിത്തത്തിൻ്റെ മറവിൽ സർഗാത്മകത, പൊരുത്തപ്പെടൽ, മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്തുന്നതിന് ഉപരിതലത്തിനപ്പുറത്തേക്ക് നോക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ അദ്ദേഹം പകർന്നു നൽകുന്നു. അക്ബർ ചക്രവർത്തി സമ്മതത്തോടെ തലയാട്ടി. ദ വൈസ് ഫോളിൻ്റെ ജ്ഞാനം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആഴ്ചകളോളം രാജകീയ പണ്ഡിതന്മാരെ അമ്പരിപ്പിച്ച സങ്കീർണമായ ഒരു പ്രശ്നം അദ്ദേഹം ജഗനെ അവതരിപ്പിച്ചു. പരിഹരിക്കാനാവാത്തതായി തോന്നിയ ഒരു പസിൽ. ഒരു മടിയും കൂടാതെ ഒരു പുതിയ കാഴ്ചപ്പാടോടെയാണ് ജഗൻ പ്രശ്നത്തെ സമീപിച്ചത്. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും പാരമ്പര്യേതര യുക്തികളും സമന്വയിപ്പിച്ച് കോടതിയുടെ അമ്പരന്ന കണ്ണുകൾക്ക് മുന്നിൽ അദ്ദേഹം പസിൽ അഴിച്ചുവിട്ടു. അക്ബർ ചക്രവർത്തി അത്യധികം മതിപ്പുളവാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചു, ജഗൻ, ജ്ഞാനം പലപ്പോഴും ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു.
നിങ്ങളുടെ ജ്ഞാനം വിഡ്ഢിത്തത്തിൻ്റെ മേലങ്കിയിൽ പൊതിഞ്ഞെങ്കിലും ഞങ്ങളുടെ കോടതിയിൽ വെളിച്ചം കൊണ്ടുവന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ്. ജ്ഞാനിയായ വിഡ്ഢി കൃതജ്ഞതയോടെ തലകുനിച്ചപ്പോൾ അദ്ദേഹം ചക്രവർത്തിയോടും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തോടും അവസാനത്തെ ജ്ഞാനം പങ്കിട്ടു. മഹാനെ ബീർബൽ, ജീവിതം വിഡ്ഢിത്തത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നൃത്തമാണ്. അപ്രതീക്ഷിതമായതിനെ സ്വീകരിക്കുക, അസംബന്ധങ്ങളിൽ ആനന്ദം കണ്ടെത്തുക. ചിലപ്പോൾ മനസ്സിൻ്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിനുള്ള താക്കോൽ വിഡ്ഢിയുടെ കൈവശമുണ്ടെന്ന് ഓർക്കുക. ദ വൈസ് ഫോളിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കോടതി കരഘോഷം മുഴക്കി. വിനീതമായ പുഞ്ചിരിയോടെ ജഗൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. ചിരിയുടെയും ബോധോദയത്തിൻ്റെയും ഒരു പാത അവശേഷിപ്പിച്ചു. കഥയുടെ ഗുണപാഠം: ജ്ഞാനം അപ്രതീക്ഷിതമായ വഴികളിൽ പ്രകടമാകുമെന്നും പാരമ്പര്യേതര കാഴ്ചപ്പാടുകൾ പലപ്പോഴും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളുന്നുവെന്നും ദ വൈസ് ഫോളിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. വിഡ്ഢിത്തത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സന്തുലിതാവസ്ഥ സ്വീകരിക്കാൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ചിലപ്പോൾ അസംബന്ധമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ അഗാധമായ ധാരണയിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിയുന്നു. If you love to watch this video, you can like, share and subscribe.